തിരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞില്ലേ അതൊരു വലിയ രാഷ്ട്രീയ സംഭവമാണ് ഈ തിരഞ്ഞെടുപ്പ് പറഞ്ഞത്. ഒറ്റപ്പെട്ട എവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടി ഇതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ്. അതൊക്കെ ഈ അല്ല പടക്കത്തിൻ്റെ ഏട്ടൻ കൂട്ടിയാൽ മതി. അപ്പോൾ പിന്നെ ഈ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പിന്നെ പടക്കമല്ല അത് ഞാൻ പറയില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വേണ്ട, തിരഞ്ഞെടുപ്പ് കാലല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ബോംബൊന്നും ഉണ്ടാക്കുന്ന ആൾക്കാരല്ല, സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അപ്പോൾ ഞങ്ങളെ മേലെ ആ ആക്ഷേപം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മറുപടി പറയും. അതാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ആരോപണമാണ്. ആരോപണം ആർക്കും ഉന്നയിച്ചൂടെ? രാഷ്ട്രീയ എതിരാളികൾ എന്തെല്ലാം കളവുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നല്ല നൂറുകണക്കിന് കളവുകൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് എല്ലാ കാലത്തും ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളും സ്ഥിരമായി ധാരാളം കളവുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയും, പാർട്ടി നേതാക്കളെക്കുറിച്ച് പറയും, മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയും, പാർട്ടി സെക്രട്ടറിയെക്കുറിച്ച് പറയും, തഞ്ചം കിട്ടിയ എന്നെക്കുറിച്ചും പറയും. അതൊക്കെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക? ഒന്നും നാട്ടിൽ വിശ്വസിക്കില്ല. ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള വിശ്വാസം കൊണ്ടാണ് ഇപ്പോൾ ഈ ലോകത്ത് തന്നെ തുടർച്ചയായി 2 വട്ടം ഇടതുപക്ഷത്തെ ജയിപ്പിച്ച് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുള്ള സ്ഥലമാണ് കേരളം. ആ അപൂർവതൻ്റെ കേരളത്തിന് ഒരുപാട് കളവുകളുടെ നടുവിൽ നിന്നാണ് ജനങ്ങൾ ഈ പാർട്ടിയെ ഇപ്പോഴും സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചു പോകുന്ന വഴികളിൽ കറുത്ത പാടുകളില്ല, നന്മകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ആരോപണങ്ങളുടെ മുന്നിലൊന്നും ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ ആരോപണങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിന് ബാധിക്കില്ല. എങ്ങനെ ബാധിക്കാനാ? വസ്തുതകളുടെ പിൻബലമില്ലാത്ത ആരോപണം ജനം വിശ്വസിക്കും? ഇല്ല.